പ്രിയരെ, ഈ പുസ്തകം എഴുതുവാനുള്ള കാരണം സർവശക്തനായ ദൈവത്തിന് നിങ്ങളോടുള്ള സ്നേഹവും ആ സ്നേഹത്തിൽ നിന്ന് എന്നോടുണ്ടായ ദൈവത്തിൻ്റെ ഇടപെടലുമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. യോഹന്നാൻ 20:31. ഇത് നിങ്ങളുടെ കയ്യിലെത്തിക്കുവാൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ബൈബിൾ പറയുന്നു, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യോഹന്നാൻ 8:32. ഈ പുസ്തകം നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നടത്തുവാൻ മതിയായതാണ്. യേശു ക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? മത്തായി 16:26. ഇതിൻ്റെ അർത്ഥം, നിങ്ങളുടെ പ്രാണന്റെ രക്ഷ നിങ്ങൾ ഇന്ന് കരുതുന്നതിലും ഏറ്റവും വലിയതാണ്. ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഇത്ര വലിയ രക്ഷയെക്കുറിച്ച് നിങ്ങൾ അറിയാതെ പോകരുത്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നിങ്ങൾക്കായി ദൈവം സൗജന്യമായി ഒരുക്കിയിരിക്കുന്ന രക്ഷ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നഷ്ടപ്പെടുത്തിയാൽ പിന്നീട് ഒരിക്കലും നികത്തുവാൻ കഴിയാത്ത ഏറ്റവും വലിയ നഷ്ടമായിരിക്കും അത്. ആയതിനാൽ ഒരു തുറന്ന മനസ്സോടെ പ്രാർത്ഥനയോടും ഏകാഗ്രതയോടും കൂടെ ഈ പുസ്തകം വായിക്കുന്നത് കേൾക്കുക. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം, ബ്രദർ ആൽബിൻ ഏലിയാസ്. ബൈബിൾ ദൈവത്തിൽ നിന്ന് മനുഷ്യന് ലഭിച്ച പ്രണയലേഖനം. ദൈവത്തിൽ നിന്ന് നാം ഓരോരുത്തർക്കും ലഭിച്ച ദിവ്യ സമ്മാനവും നമ്മോടുള്ള ദൈവസ്നേഹത്തിൽ നിന്നുളവായ പ്രണയലേഖനവുമാണ് ബൈബിൾ. ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ വായിച്ചതും ഇന്ന് വായിച്ചു കൊണ്ടിരിക്കുന്നതും ഏറ്റവും അധികം വ്യക്തികളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നതും വളരെയധികം നല്ല മനുഷ്യരെ സൃഷ്ടിച്ച് സമൂഹത്തിന് നൽകിയതും ബൈബിൾ എന്ന അത്ഭുത ഗ്രന്ഥമാണ്. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നതുമായ പുസ്തകം ബൈബിൾ തന്നെയാണ്. 1851 ശേഷം 500 കോടിയിലധികം ബൈബിൾ വിറ്റിരിക്കുന്നു. ഓരോ വർഷവും 10 കോടിയിലധികം ബൈബിൾ വിറ്റുകൊണ്ടിരിക്കുന്നു. അവസാന മഹാൻ ലോകത്തിൽ ജനിക്കുന്നതുവരെ വേദപുസ്തകം അടയ്ക്കപ്പെടുകയില്ല, എമേഴ്സൺ പറഞ്ഞു. ബൈബിൾ എന്ന ഗ്രന്ഥം ഗ്രീക്ക് പദമായ ബിബ്ലിയയിൽ നിന്നാണ് വന്നത്. അതിൻ്റെ അർത്ഥം ചുരുളുകൾ അല്ലെങ്കിൽ പുസ്തകങ്ങൾ എന്നാണ്. പേപ്പർ ഉൽപ്പന്നങ്ങളുടെ ഔദ്യോഗിക വിതരണ കേന്ദ്രമായിരുന്ന പുരാതന നഗരമായ ബൈബ്ലോസിൽ നിന്നാണ് ഈ വാക്ക് ഉരുത്തിരിഞ്ഞത്. കിം ജെയിംസ് ബൈബിളിൽ 606 പുസ്തകങ്ങളിലായി 1189 അധ്യായങ്ങളും 7,88,258 വാക്കുകളും 31,102 വാക്യങ്ങളും അടങ്ങിയിരിക്കുന്നു. ഹിബ്രു, അരാമിക്, ഗ്രീക്ക് എന്നീ 3 ഭാഷകളിലാണ് ബൈബിൾ എഴുതപ്പെട്ടത്. ഇതിനോടകം 690-ലധികം ഭാഷകളിലേക്ക് പൂർണ്ണമായും 2,883 ഭാഷകളിലേക്ക് ഭാഗികമായി ബൈബിൾ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇളക്കി മാറ്റാവുന്ന തരത്തിലുള്ള ലോഹനിർമ്മിതമായ അച്ച് ഉപയോഗിച്ചുകൊണ്ട് ഗുട്ടൻബർഗ് ആയിരുന്നു ബൈബിൾ ആദ്യമായി അച്ചടിച്ചത്. ബൈബിൾ ദൈവശാസനീയമാണോ? ഏകദേശം 1600-ലധികം വർഷങ്ങളുടെ അന്തരത്തിൽ 40 എഴുത്തുകാർ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായ പശ്ചാത്തലത്തിൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിലിരുന്ന് ദൈവാത്മാവിനാൽ എഴുതിയ 66 പുസ്തകങ്ങൾ ചേർന്നതാണ് ബൈബിൾ. ഈ പുസ്തകങ്ങൾ തമ്മിൽ ആദിയോടന്തം അത്ഭുതകരമായ ഐക്യവും സാമ്യവും ഉണ്ടാകുവാൻ കാരണം യഹോവയായ ദൈവത്തിൻ്റെ വായ് ഇത് കൽപ്പിച്ചതിനാലാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല. അവൻ്റെ വായല്ലോ കൽപ്പിച്ചത്, അവൻ്റെ ആത്മാവ് അത്രേ അവയെ കൂട്ടി വരുത്തിയത്. യെശയ്യാവ് 34:16. ബൈബിളിലെ ഉള്ളടക്കത്തിൽ 25% ദൈവിക പ്രവചനങ്ങളാകുന്നു. ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൻ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. യെശയ്യാവ് 46:10. ഈ വചനങ്ങളുടെ ഉദ്ദേശം ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുക എന്നതും ബൈബിൾ ദൈവശാസ്ത്രീയമാണെന്ന് തെളിയിക്കുക എന്നതുമാകുന്നു. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ 2 തിമോത്തിയോസ് 3:16. തിരുവെഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായി വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല.
ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. 2 പത്രോസ് 1:20-21 വരെ. ബൈബിളിൽ 6000-ലധികം പ്രവചനങ്ങൾ ഉള്ളതിൽ 3000-ലധികം പ്രവചനങ്ങൾ ഇപ്പോൾ തന്നെ നിറവേറി കഴിഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ഏകദേശം 450 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി പൂർത്തീകരിക്കപ്പെട്ട പഴയ നിയമ പുസ്തകേടുകളിൽ അദ്ദേഹത്തിന്റെ ജനന, മരണ, പുനരുദ്ധാനത്തെ സംബന്ധിക്കുന്ന പ്രവചനങ്ങൾ മാത്രം 300-ൽ ഏറെയുണ്ട്. അവയെല്ലാം വളരെ കൃത്യതയോടും അതിസൂക്ഷ്മതയോടും കൂടെ നിറവേറപ്പെട്ടതായി പുതിയ നിയമത്തിൽ കാണുവാൻ സാധിക്കും. ഞാൻ പ്രസ്താവിച്ചിരിക്കുന്നു, ഞാൻ നിവർത്തിക്കും; ഞാൻ നിരൂപിച്ചിരിക്കുന്നു, ഞാൻ അനുഷ്ഠിക്കും. യെശയ്യാവ് 46:11. കൂടുതൽ അറിയുവാൻ മത്തായി 5:18, 24:35, യെശയ്യാവ് 40:8, 55:11, വെളിപ്പാട് പുസ്തകം 22:6, 21:5, സങ്കീർത്തനം 119, 151, 160 ഈ വാക്യങ്ങൾ വായിക്കുക. ഇന്ന് ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളവയാണ്. ഭൂമിയുടെ ഭ്രമണം ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നു: അത് ഭൂമി കുശവന്റെ അച്ചിലെ കളിമണ്ണ് പോലെ കറങ്ങുന്നു. ഇയ്യോബ് 38:14. ഇറ്റ് ഈസ് ടേൺഡ് ആസ് ക്ലേ ടു ദ സീൽ. ഭൂമിയുടെ ആകൃതി യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നു: അവൻ ദൈവം ഭൂമിയുടെ വൃത്താകാരത്തിൽ, ഭൂമണ്ഡലത്തിൽ മീതെ അധിവസിക്കുന്നു. യെശയ്യാവ് 40:22. ഇറ്റ് ഈസ് ഹീ ദാറ്റ് സിറ്റത്ത് അപ്പോൺ ദ സർക്കിൾ ഓഫ് ദി എർത്ത്. ഭൂമിയുടെ നിലനിൽപ്പ് ഇയ്യോബ് എഴുതി: ഉത്തരദിക്കിനെ അവൻ ദൈവം ശൂന്യത്തിന്മേൽ വിരിക്കുന്നു, ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു. ഇയ്യോബ് 26:7. He stretcheth out the north over the empty place and hangeth the earth upon nothing. നമ്മുടെ നീതിപ്രവൃത്തികളാൽ സ്വർഗം അവകാശമാക്കുവാൻ കഴിയുമോ? നമ്മുടെ നീതിപ്രവൃത്തികൾ പാപത്തിന് പരിഹാരമോ? യെശയ്യാവ് 64:6 ദൈവവചനം ഇങ്ങനെ പറയുന്നു: ഞങ്ങളുടെ നീതിപ്രവൃത്തികളൊക്കെയും കറ പുരണ്ട തുണി പോലെ. നീതിപ്രവൃത്തികൾ എന്ന് നാം പറയുന്നതിൻ്റെ പിന്നിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സ്വാർത്ഥതയാണ് കാണുവാൻ കഴിയുന്നത്. അപ്പോസ്തല പ്രവർത്തികൾ 10-ാം അധ്യായത്തിൽ കൈസരിയയിൽ ഇറ്റാലിക്ക എന്ന പട്ടാളത്തിൽ കൊർനെല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപനെ കാണുവാൻ കഴിയുന്നു. അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതകൾ തിരുവചനത്തിൽ കാണുന്നത്: അദ്ദേഹം ദൈവഭക്തനായിരുന്നു, സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു, ജനത്തിന് വളരെ ദാനധർമ്മങ്ങൾ കൊടുക്കുന്നവനായിരുന്നു, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനുമായിരുന്നു. ഒരിക്കൽ ദൈവത്തിന്റെ ഒരു ദൂതൻ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് ഇങ്ങനെ അരുളി ചെയ്തു: നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 10:4. ശേഷം ദൂതൻ അദ്ദേഹത്തോട്: നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ കേൾക്കുവാൻ നീ പത്രോസ് എന്ന മറുപേരുള്ള ശീമോനെ വരുത്തുക. അപ്പോസ്തല പ്രവൃത്തികൾ 11:13-14. ഇത്രയേറെ ശ്രേഷ്ഠ ഗുണങ്ങളുള്ള ഒരു വ്യക്തിയോട് പോലും ദൈവം രക്ഷിക്കപ്പെടേണ്ടതിന് യേശുക്രിസ്തുവിലുള്ള രക്ഷയെക്കുറിച്ച് കേൾക്കുവാൻ ആവശ്യപ്പെട്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ടോ ദാനധർമ്മങ്ങൾ കൊണ്ടോ മതാചാരങ്ങൾ കൊണ്ടോ ദൈവത്തിൽ നിന്ന് പാപമോചനം പ്രാപിക്കുവാനും നിത്യജീവൻ അവകാശമാക്കുവാനും കഴിയുകയില്ല എന്ന് തന്നെയാകുന്നു. നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടക്കുന്ന അവസ്ഥയോടാണ് ദാവീദ് രാജ പാപജീവിതത്തെ സാദൃശ്യീകരിച്ചിരിക്കുന്നത്. ചെളിയിൽ പാദങ്ങൾ ആണ്ടുപോയ ഒരുവനെ രക്ഷിക്കപ്പെടുവാൻ കഴിയാത്തതുപോലെ നമുക്ക് പാപത്തിൽ നിന്ന് സ്വയം രക്ഷ നേടുവാൻ സാധ്യമല്ല. സങ്കീർത്തനം 40:2. മാത്രമല്ല, ഒരു കുരുടന് മറ്റൊരു കുരുടനെ വഴി കാട്ടുവാൻ കഴിയുകയില്ല എന്നുള്ള വചനപ്രകാരം ലൂക്കോസ് 6:39. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന്റെ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുവാൻ സാധിക്കുകയില്ല. കാരണം മനുഷ്യവർഗത്തിന്റെ പിതാവായ ആദാം പാപം ചെയ്തതിനാൽ ആദാമിൽ നിന്ന് ജനിച്ച നാം ഓരോരുത്തരും ജന്മം കൊണ്ട് തന്നെ പാപികളാണ്. റോമർ 5:19 പറയുന്നു: ഏക മനുഷ്യന്റെ അനുസരണക്കേടിൽ അനേകർ പാപികളായി തീർന്നതുപോലെ. നമ്മെ സംബന്ധിച്ച് പറഞ്ഞാൽ നാം പാപം ചെയ്ത് പാപികളായി തീരുകയല്ല, പ്രത്യുത പാപികളാകയാൽ പാപം ചെയ്യുകയാണ്. ആദാമ വംശത്തിൽ പിറന്ന ഒരുവൻ
തൻ്റെ ജീവിതത്തിൽ പാപം ചെയ്തില്ലെങ്കിലും അവൻ നിയമപരമായ ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു പാപി തന്നെയാകുന്നു. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് ഇങ്ങനെ പറഞ്ഞത്, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. സങ്കീർത്തനം 51:5. വീണ്ടും ദൈവവചനം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. റോമർ 3:23. പാപം ദൈവിക ന്യായവിധിയെ നേരിടേണ്ടതാണ്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്ന് ദൈവവചനം പറയുന്നു. റോമർ 6:23. പാപമുഖേനയാണ് മനുഷ്യവർഗത്തിൽ സകലവിധ ശാപങ്ങളും രോഗങ്ങളും പൈശാചിക പ്രവർത്തനങ്ങളും പ്രവേശിച്ചത്. നീതിമാനായ ദൈവത്തിന് പാപത്തെ അംഗീകരിക്കുവാൻ സാധ്യമല്ല. അതിനാൽ തന്നെ പാപത്തിന്മേലുള്ള ദൈവത്തിന്റെ ന്യായവിധി അതികഠിനമായിരുന്നു. ജീവന് പകരം ജീവൻ കൊടുക്കണം, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാൽ, പൊള്ളലിന് പകരം പൊള്ളൽ, മുറിവിന് പകരം മുറിവ്, തിണർപ്പിന് പകരം തിണർപ്പ്. പുറപ്പാട് 21:23 മുതൽ 25 വരെ. ഇത്തരത്തിലായിരുന്നു ദൈവത്തിന്റെ ന്യായപ്രമാണം. ദൈവം തന്റെ ജനത്തിന് മോശയിലൂടെ ന്യായപ്രമാണം നൽകിയതിന് കുറഞ്ഞത് 4 കാരണമെങ്കിലും ബൈബിൾ നൽകുന്നു. 1. അവരുടെ സ്വയം നന്മയ്ക്കായി. 2. അവർക്ക് തന്നെത്താൻ വെളിപ്പെടുത്തുക. 3. മറ്റുള്ളവർക്ക് തന്നെ വെളിപ്പെടുത്തുന്നതിനായി അവരെ വേർതിരിക്കുക. 4. ഒരു രക്ഷകന്റെ ആവശ്യം മനുഷ്യരാശിക്ക് വെളിപ്പെടുത്തുക. യേശുക്രിസ്തു വന്നപ്പോൾ ന്യായപ്രമാണം മുഴുവനും 2 മഹത്തായ കൽപ്പനകളിൽ അധിഷ്ഠിതമാണെന്ന് പറഞ്ഞു. 1. ദൈവത്തോടുള്ള സ്നേഹവും 2. അയൽക്കാരോടുള്ള സ്നേഹവും. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. മത്തായി 22:37 മുതൽ 40 വരെ. ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർ 3:10 പറയുന്നു. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഒക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവൻ എല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിങ്ങൾ 99% നിയമങ്ങളും പാലിക്കുകയും ഒരെണ്ണം മാത്രം ലംഘിക്കുകയും ചെയ്താലും അപ്പോഴും ദൈവമുമ്പാകെ കുറ്റക്കാരനാണ്. ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു. യാക്കോബ് 2:10. ഗലാത്യർ 3:19 പൗലോസ് ചോദിക്കുന്നു, എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതുമത്രേ. ഇതിന്റെ അർത്ഥം എന്താണ്? ഗലാത്യർ 3:24 വ്യക്തമാക്കുന്നു, അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. പൗലോസ് പറയുന്നു, ന്യായപ്രമാണത്തിൽ പാപത്തിന്റെ പരിജ്ഞാനമത്രേ വരുന്നത്. റോമർ 3:20. ന്യായപ്രമാണത്തിനല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. റോമർ 7:7. സ്വന്തം പാപത്തെക്കുറിച്ചുള്ള നമ്മുടെ അവബോധം നമ്മെ നിരാശരാക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്യും. ന്യായപ്രമാണം നമ്മുടെ പാപത്തെ ചൂണ്ടിക്കാണിച്ച് ഉടമ്പടിയുടെ അവസാനം നിലനിർത്താനുള്ള നമ്മുടെ കഴിവില്ലായ്മ തെളിയിച്ചു. കുറ്റബോധത്തിൽ നമ്മെ തടവുകാരാക്കി. ന്യായപ്രമാണത്തിലുള്ള ദൈവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം അത് മനുഷ്യരാശിക്ക് ഒരു രക്ഷകന്റെ ആവശ്യം വെളിപ്പെടുത്തുക എന്നതാണ്. എന്തുകൊണ്ട് നമുക്കൊരു രക്ഷകൻ ആവശ്യമായിരിക്കുന്നു? യേശുക്രിസ്തുവിലൂടെ ദൈവം ഒരുക്കിയ രക്ഷ. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. 1 തിമോത്തിയോസ് 2:4. സൃഷ്ടാവായ ദൈവം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടതെല്ലാം തൻ്റെ പുത്രനിലൂടെ സൗജന്യമായി ഒരുക്കിയിരിക്കുന്നു. പക്ഷെ അതിനുവേണ്ടി ദൈവത്തിന് മറുവിലയായി നൽകേണ്ടി വരുന്നത് തൻ്റെ ഏകജാതനായ പുത്രന്റെ ജീവൻ തന്നെയായിരുന്നു. മത്തായി 20:28. 1 തിമോത്തിയോസ് 2:6. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിന് സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. റോമർ 8:3.
പാപജഡത്തിന്റെ സാദൃശ്യപ്രകാരമാണ് യേശു ജനിച്ചതെങ്കിലും യേശുവിൽ പാപമില്ലായിരുന്നു. ഭൂമിയിൽ മനുഷ്യനായി പിറന്നവരിൽ വെച്ച് യേശു മാത്രമേ പാപമില്ലാത്തവനായിട്ടുള്ളൂ. തീർത്തും വ്യത്യസ്തമായി സ്ത്രീ പുരുഷ ബന്ധം കൂടാതെ പരിശുദ്ധാത്മാവിലായിരുന്നു യേശുവിന്റെ ജനനം. ലൂക്കോസ് 1:35. തൻ്റെ 33.5 വർഷത്തെ ഐഹിക കാലവും യേശു പാപമില്ലാത്തവനായി തന്നെ ജീവിച്ചു. യേശു ഒരിക്കൽ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു എന്ന് ചോദിച്ചു. യോഹന്നാൻ 8:46. യേശുവിനെ വിസ്തരിച്ച റോമൻ ന്യായാധിപനായ പീലാത്തോസ് അവനെ ക്രൂശിക്ക എന്ന് ആർത്ത് വിളിച്ച മഹാപുരോഹിതന്മാരോടും സേവകരോടും ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തി, ഞാനോ അവനിൽ കുറ്റം കാണുന്നില്ല. യോഹന്നാൻ 19:6. ഇങ്ങനെ ജനനം കൊണ്ടും ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപദേശം കൊണ്ടും പാപമില്ലാത്ത യേശുവിനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് ദൈവം പാപമാക്കി തീർത്തു. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. 2 കൊരിന്ത്യർ 5:21. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. റോമർ 8:3. കർത്താവായ യേശു ക്രൂശിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി രക്തം ചീന്തി മരിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു മരിച്ചതെന്ന് വിശ്വസിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാൽ ദൈവം നമ്മുടെ പാപങ്ങൾ മോചിക്കുകയും നാം നീതിമാന്മാരായി തീരുകയും ചെയ്യുന്നു. ക്രിസ്തു യേശുവിന്റെ നീതി നമ്മിൽ കണക്കാക്കപ്പെടുന്നു. നമ്മുടെ ആത്മാവ് പുതിയതും നീതിയും വിശുദ്ധിയുമുള്ളതായി തീരുന്നു. 2 കൊരിന്ത്യർ 5:17. നമ്മുടെ ആത്മാവ് യേശുവിന്റെ ആത്മാവിനോട് താതാത്മ്യം പ്രാപിക്കുന്നു. അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. 1 യോഹന്നാൻ 4:17. ദൈവവചനം പറയുന്നു, കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. 1 കൊരിന്ത്യർ 6:17. യേശുവിനെ പോലെ ഈ ലോകത്തിൽ നാമും ആത്മാവിൽ ഒന്നായിരിക്കുന്നു. നമ്മൾ ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്നു. 1 തിമോത്തിയോസ് 1:15 ഇങ്ങനെ വായിക്കാൻ കഴിയുന്നു, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയവും എല്ലാവർക്കും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള പാപമോചനം. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒന്നാണ് രക്ത ഉടമ്പടിയെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ. ദൈവവചനം പറയുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. എബ്രായർ 9:22. രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തമാകുന്നത്. ലേവ്യ പുസ്തകം 17:11. ദൈവത്തിന്റെ നീതിയും വിശുദ്ധിയും പാപത്തിന്റെ പ്രായശ്ചിത്തമായി പാപരഹിതമായ ഒരു ജീവൻ ആവശ്യപ്പെടുന്നു. രക്തത്തിലാണ് ജീവൻ അടങ്ങിയിരിക്കുന്നതെന്ന് ദൈവവചനം പറയുന്നു. മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. സകല ജഡത്തിന്റെയും ജീവൻ അതിന്റെ ജീവൻ ആധാരമായ രക്തം തന്നെ. സകല ജഡത്തിന്റെ ജീവൻ അതിന്റെ രക്തമല്ലോ. ലേവ്യ പുസ്തകം 17:11-14. ക്രിസ്തുവിന്റെ രക്തം ദൈവനീതിയെ തൃപ്തിപ്പെടുത്തിയിരിക്കുന്നു. യേശുവിന്റെ രക്തം നിത്യനിയമത്തിന്റെ രക്തമാണ്. എബ്രായർ 10:29. അത് പരിശുദ്ധനായ ദൈവപുത്രൻ ചൊരിഞ്ഞ രക്തമാണ്. അത് മനുഷ്യനെ നിത്യമായ ശിക്ഷാവിധിയിൽ നിന്ന് വിടുവിച്ച് നിത്യജീവൻ നൽകുന്ന രക്തമാണ്. രക്തം നമ്മുടെ പ്രായശ്ചിത്ത ദ്രവ്യമാണ്. റോമർ 3:25, 5:9. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1:7. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. എഫെസ്യർ 1:7. രക്തമൂലമുള്ള വീണ്ടെടുപ്പ് നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നത് വിശ്വാസത്താലാണ്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. റോമർ 3:25. യേശുക്രിസ്തുവിന്റെ രക്തയാഗത്തിലുള്ള വിശ്വാസമാണ് നമ്മെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും വിടിവിച്ച് നമ്മെ ദൈവത്തോട് നിരപ്പിക്കുന്നത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. റോമർ 5:1. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല. ഗലാത്യർ 2:16. ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ഫലദായക ശക്തിയും
വീണ്ടെടുപ്പിന്റെ ശക്തിയും അതിൻ്റെ പര്യാപ്തതയും നാം പരിപൂർണമായി അംഗീകരിച്ച് ഉറപ്പിക്കണം. ഇത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കേണ്ട അതിപ്രധാനപ്പെട്ട കാര്യമാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ ആശ്രയം വെച്ച് വിശ്വാസം വായിക്കൊണ്ട് ഏറ്റുപറഞ്ഞ് സാത്താന്റെ അപവാദത്തെ ജയിക്കണം. ഇത് നമുക്ക് വലിയ സ്വാതന്ത്ര്യം നൽകുന്നു. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചന ഹേതുവായിട്ടും ജയിച്ചു. വെളിപ്പാട് 12:11. Oh, the blood of Jesus, oh, the blood of Jesus, oh, the blood of Jesus, it washes white as snow. കൂടുതൽ അറിയുവാൻ മത്തായി 26:28, 1 യോഹന്നാൻ 2:2, 1 പത്രോസ് 1:18-19, കൊലോസ്യർ 1:20, എബ്രായർ 9:14, 10:10, 29, 12:24, 13:12, 20 വാക്യങ്ങൾ വായിക്കുക. ദൈവത്തിന് നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ വെളിപ്പാട് പ്രാപിക്കുക. വിശുദ്ധ ബൈബിൾ നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഒറ്റ വാക്യത്തിൽ സംഗ്രഹിച്ചാൽ അത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യമാണ്. മിനി ബൈബിൾ എന്നാണ് ഈ വാക്യം വിശേഷിപ്പിക്കപ്പെടുന്നത്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പലരും ഈ വചനം യഥാർത്ഥ അർത്ഥത്തിലല്ല മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് തോന്നുന്നു. നിങ്ങൾ പറഞ്ഞേക്കാം, അതെ, യേശു ലോകത്തിന് വേണ്ടി മരിച്ചു എന്ന് ഞാൻ അറിയുന്നു. എങ്കിലും പലരും യേശു എനിക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. ഈ ഭൂമുഖത്തുള്ള ഒരേയൊരു വ്യക്തി നിങ്ങൾ മാത്രമായിരുന്നു എങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ യേശു സ്വർഗം വിട്ട് ഇറങ്ങി വരുമായിരുന്നു. യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. അതെ, നിങ്ങൾക്ക് വേണ്ടി തന്നെ. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സ്നേഹം നമ്മോട് കാണിച്ചിട്ടുള്ളത് ദൈവമാണ്. നാം ഓരോരുത്തരും രക്ഷിക്കപ്പെടുവാൻ തൻ്റെ ഏകജാതനായ പ്രിയ പുത്രനെ നമുക്കായി നൽകി എന്നതാണ് ആ സ്നേഹത്തിന്റെ പ്രദർശനം. ദൈവത്തിന്റെ വചനം പറയുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. റോമർ 5:8. വീണ്ടും ദൈവവചനം പറയുന്നു, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. 1 യോഹന്നാൻ 4:10. ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു ദൈവത്തിന്റെ സ്നേഹം നമുക്ക് കാണിച്ചു തന്നു. എങ്ങനെയെന്നാൽ അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഫിലിപ്പിയർ 2:6-8 വരെ. യേശു ഒരിക്കൽ പറഞ്ഞു, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. യോഹന്നാൻ 15:13. യേശു പറഞ്ഞതുപോലെ അവൻ നമുക്കായി നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി കാൽവറി ക്രൂശിൽ മരിച്ചു. അതിനാൽ നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതൻ താൻ തന്നെയാണെന്ന് യേശു തെളിയിച്ചു. ദൈവസ്നേഹം വർണ്ണിക്കുവാൻ അസാധ്യമാണ്, ഒരിക്കലും പറഞ്ഞു തീർക്കുവാൻ കഴിയാത്തതുമാണ്. ഒരു മനുഷ്യന്റെ മനസ്സിന് ദൈവസ്നേഹത്തിന്റെ വീതിയും നീളവും ഉയരവും ആഴവും കണക്കുകൂട്ടുവാൻ കഴിയുകയില്ല. എല്ലാ സമുദ്രത്തിലെയും വെള്ളത്തെ മഷിയാക്കി മാറ്റുകയും ആകാശവിധാനത്തെ എഴുതുവാനുള്ള കടലാസാക്കി മാറ്റുകയും ഓരോ പുൽക്കൊടിയെയും തൂലികയാക്കി മാറ്റുകയും എല്ലാ മനുഷ്യരും എഴുത്തുകാരാവുകയും ചെയ്താലും ദൈവസ്നേഹത്തെക്കുറിച്ച് എഴുതി തുടങ്ങിയാൽ സമുദ്രം വറ്റിപ്പോകും, ആകാശവിധാനം പോരാതെ വരും. നിങ്ങൾ മറ്റെന്തെല്ലാം പഠിച്ചാലും ഗ്രഹിച്ചാലും ദൈവിക കാര്യങ്ങൾ അന്വേഷിച്ചാലും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന സത്യം നിങ്ങൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അതിൽ പുരോഗതി ഉണ്ടാവുകയില്ല. നിങ്ങളോടുള്ള ദൈവത്തിന്റെ സ്നേഹമാണ് നിങ്ങളുടെ വിശ്വാസത്തിന്റെയും പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിന്റെയും ഭയം കൂടാതെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനുള്ള കഴിവിന്റെയും അടിസ്ഥാനം. നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിലും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ പാപം കടും ചുമപ്പായിരുന്നാലും ദൈവത്തിന്റെ സ്നേഹം അതിനെ മറികടക്കുവാൻ അല്ലെങ്കിൽ ആ പാപത്തെ ക്ഷമിക്കുവാൻ മതിയായതാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു,
നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുമപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. യെശയ്യാവ് 1:18. നീതിമാനായ ദൈവം പാപത്തെ വെറുക്കുന്നു, സ്നേഹവാനായ ദൈവം പാപികളെ സ്നേഹിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. 1 യോഹന്നാൻ 4:8. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. സങ്കീർത്തനം 103:11-13 വരെ. കൂടുതൽ അറിയുവാൻ യെശയ്യാവ് 54:10, സെഫന്യാവ് 3:17, എഫെസ്യർ 3:18-19, 1 ദിനവൃത്താന്തം 16:34, മീഖ 7:18, 1 യോഹന്നാൻ 3:1 വായിക്കുക. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഒരിക്കൽ ഒരു രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ഒരു അപരിചിതൻ കടന്നു വന്നു. ആ മാന്യ വ്യക്തി രാജാവിന്റെ സിംഹാസനത്തിന്റെ അടുക്കിലെത്തി. രാജാവ് അപരിചിതനായ വ്യക്തിയോട് ചോദിച്ചു, എന്താണ് താങ്കൾക്ക് വേണ്ടത്? അപരിചിതൻ, ഈ സത്രത്തിൽ കിടന്നുറങ്ങുവാൻ അടിയൻ അല്പം ഇടം കിട്ടുമോ എന്ന് അന്വേഷിക്കുകയാണ്. രാജാവിന് അത്ഭുതം തോന്നി. അദ്ദേഹം ചോദിച്ചു, അതിന് ഇതൊരു സത്രമല്ലല്ലോ, കൊട്ടാരമല്ലേ? അപരിചിതൻ, മുമ്പ് ഇത് ആരുടെ വകയായിരുന്നു? രാജാവ്, എന്റെ പിതാവിൻ്റേത്. അപരിചിതൻ, അതിനു മുൻപ്? രാജാവ്, എന്റെ വല്യച്ഛൻ്റേത്. അപരിചിതൻ, അതിനു മുൻപോ? രാജാവ്, വല്യച്ഛന്റെ അച്ഛൻ്റേത്. അപരിചിതൻ, അവരൊക്കെ എവിടെ? രാജാവ്, അവരെല്ലാം കടന്നുപോയി. അപരിചിതൻ, അത് ശരി, ഇത് ആളുകൾ വന്നു പോയി കൊണ്ടിരിക്കുന്ന സ്ഥലമാണല്ലോ. ഇതിന് സത്രം എന്നല്ലാതെ മറ്റെന്താണ് പേർ വിളിക്കുക? മറുപടിയിൽ സന്തുഷ്ടനായ രാജാവ് അയാളെ കൊട്ടാരത്തിൽ പാർപ്പിച്ചു എന്നാണ് കഥ. നാം ഇന്ന് ജീവിക്കുന്ന ഈ ഭൂമി ഒരു സത്രം പോലെയാണ്. ഈ ഭൂമിയിൽ ജനിച്ച എളിയവരും ദരിദ്രരും തുടങ്ങി രാജാക്കന്മാരും പ്രഭുക്കന്മാരും ജ്ഞാനികളും സമ്പന്നരും ഇവിടെ ഒരു സത്രത്തിൽ എന്ന പോലെ ജീവിച്ച് കടന്നു പോകുന്നു. എത്ര സമ്പന്നനായാലും വെറും കൈയോടെ യാത്രയാകുന്നു. ഈ ഭൂമിയിലെ ജീവിതം ഒരു യാത്രയാണ്, ക്ഷണികമായ യാത്ര. മരണം എന്ന യാഥാർത്ഥ്യത്തിന് മുമ്പിൽ ഒരു ദിവസം നാം എല്ലാവരും കീഴടങ്ങും. ലോകത്തിലെ സുഖങ്ങൾ വെടിഞ്ഞ് സമ്പാദ്യങ്ങൾ വിട്ടിട്ട് നാം യാത്രയാകും. നാം ജീവിച്ച സ്ഥലത്ത് മറ്റാരെങ്കിലും ജീവിക്കും. നാം നടന്ന വഴികളിൽ മറ്റാരെങ്കിലും നടക്കും. അനന്തമായി കിടക്കുന്ന നിത്യതയിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു വാതിലാണ് മരണം. അത് നിത്യജീവനിലേക്കുമാകാം, നിത്യമരണത്തിലേക്കുമാകാം. ഇതിലേതാണ് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കുന്നത് നാം ഓരോരുത്തരുമാണ്. ജീവനും മരണവും, അനുഗ്രഹവും ശാപവും തിരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ്. ആവർത്തനം 30:19-20. എന്നാൽ ദൈവവചനം നാം ഓരോരുത്തരും ജീവൻ തിരഞ്ഞെടുക്കുവാനും യേശുവിനെയും നിത്യജീവനെയും തിരഞ്ഞെടുക്കുവാനും ഉപദേശിക്കുന്നു. യേശു പ്രകാരം പറഞ്ഞു, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാൻ അത്രേ ഞാൻ വന്നിരിക്കുന്നത്. യോഹന്നാൻ 10:10. ന്യായവിധിയുടെ പ്രമാണം. മരണശേഷം ഏവർക്കും ഒരു ന്യായവിധി ഉണ്ടെന്ന് ബൈബിൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസിൽ വെച്ച് വരാൻ പോകുന്ന ന്യായവിധി ദിവസം ആത്മാവിൽ കണ്ടു. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. വെളിപ്പാട് 20:11-12. ന്യായവിധിയുടെ വ്യവസ്ഥ. റോമർ 2:12-16 വരെ. ന്യായപ്രമാണം ലഭിച്ച യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കൽപ്പനകൾ അനുസരിച്ചാണ് ന്യായവിധി. ന്യായപ്രമാണമില്ലാത്ത വിജാതീയരെയും സുവിശേഷം കേൾക്കാത്തവരെ മനസ്സാക്ഷി അനുസരിച്ച് വിധിക്കും. സുവിശേഷം കേട്ടിട്ട് അനുസരിക്കാത്തവരെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കും. യോഹന്നാൻ 12:48. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നരകത്തെപ്പറ്റി ധാരാളം മുന്നറിയിപ്പുകൾ കാണാവുന്നതാണ്. യേശുക്രിസ്തുവാണ് നരകത്തിനെതിരെ ഏറ്റവും അധികം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്.
അദ്ദേഹത്തിന്റെ പ്രസംഗ വിഷയങ്ങളിൽ വളരെയധികം പരാമർശിക്കപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് നരകം. ദൈവം നരകം ഉണ്ടാക്കിയത് മനുഷ്യന് വേണ്ടിയല്ല, തന്നോട് മറുതലിച്ച് തെറ്റിപ്പോയ ലൂസിഫറിനും അവന്റെ കൂടെ നിന്ന ദൂതന്മാർക്കും വേണ്ടിയായിരുന്നു. നരകം യാതനകളുടെയും വേദനകളുടെയും സ്ഥലമാണെന്ന് യേശുക്രിസ്തുവിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ലൂക്കോസ് 16:23-24, മർക്കോസ് 9:48-49, മത്തായി 13:42. ഒരിക്കൽ അതിൽ വീണാൽ പിന്നീട് ഒരു മാനസാന്തരത്തിനോ മനുഷ്യരുടെ ഒരു പ്രവൃത്തിക്കോ നമ്മെ അതിൽ നിന്ന് വിടുവിക്കാൻ കഴിയുകയില്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞ ധനവാന്റെയും ലാസറിന്റെയും കഥയിൽ നിന്ന് വ്യക്തമായി മനസ്സിലാകുന്നു. ലൂക്കോസ് 16. ചിലർ പറയാറുണ്ട് നരകമില്ലെന്നും, ഉണ്ടെങ്കിൽ തന്നെ സ്നേഹവാനായ ദൈവം ഒരിക്കലും ആരെയും നിത്യ നരകത്തിലേക്ക് അയക്കുകയില്ല എന്നും. God is too loving to send anyone to eternal hell. പക്ഷെ തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പാപിയെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമല്ലാത്ത വിധം ദൈവം വിശുദ്ധിയിൽ ഭയങ്കരനാകുന്നു. God is too holy to allow a sinner to heaven. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. വെളിപ്പാട് 20:14-15. അതുകൊണ്ട് എബ്രായ ലേഖന കർത്താവ് ഇങ്ങനെ ചോദിക്കുന്നു. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായി ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? എബ്രായ ലേഖനം 2:3-4. സുനിശ്ചിതമായ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവ്. ഒരിക്കൽ ശിഷ്യന്മാർ ലോകാവസാനത്തിനും നിന്റെ വീണ്ടും വരവിനും അടയാളം എന്ത് എന്ന് ചോദിച്ചതിന് രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. മത്തായി 24:14. കർത്താവിന്റെ വീണ്ടും വരവിനെ കുറിച്ച് പഴയകാല പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും ദൈവദൂതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 1:11. എവിടെ നിന്നാണോ കർത്താവ് സ്വർഗാരോഹണം ചെയ്തത് അവിടെ തന്നെ കർത്താവ് വീണ്ടും വരും. ഏകദേശം 2500 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന സെഖര്യാ പ്രവാചകൻ കർത്താവിന്റെ വരവ് എവിടെയാകും എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായി പ്രവചിച്ചിരുന്നു. അന്നാളിൽ അവന്റെ കാൽ യെരുശലേമിലെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. സെഖര്യാവ് 14:4. യേശു പറഞ്ഞു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യോഹന്നാൻ 14:2-3. ഈ വീണ്ടും വരവിനെ കുറിച്ച് യേശു വെളിപ്പാട് 16:15 ഞാൻ കള്ളനെ പോലെ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കള്ളൻ മുൻകൂട്ടി അറിയിച്ചിട്ടല്ലല്ലോ വരുന്നത്. അപ്രതീക്ഷിതമായ സമയത്ത് കള്ളൻ വരുന്നത് പോലെ ആയിരിക്കും തൻ്റെ വീണ്ടും വരവെന്നാണ് യേശു അർത്ഥമാക്കിയത്. യേശുവിൻ്റെ വീണ്ടും വരവിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എന്തുകൊണ്ട് ആ വരവ് വൈകുന്നുവെന്ന് ചിലർ ചോദിക്കാറുണ്ട്. അതിന് തിരുവെഴുത്തിൽ പരിശുദ്ധാത്മാവ് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചു നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. 2 പത്രോസ് 3:8-9. ഈ പുസ്തകം വായിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തെ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവം തൻ്റെ പുത്രനിലൂടെ ഒരുക്കിയിരിക്കുന്ന ഇത്ര വലിയ രക്ഷയെ സ്വീകരിച്ച് നിത്യജീവനെ നിങ്ങൾ അവകാശമാക്കണമെന്നും എന്നേക്കും നിങ്ങൾ കർത്താവിൻ്റെ കൂടെ വസിക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ട്
ദൈവം കാലങ്ങളെ ദീർഘിപ്പിക്കുന്നു എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തന്നിൽ വിശ്വസിക്കുന്ന, തൻ്റെ വരവിനായി വിശുദ്ധിയോടെ ഒരുങ്ങി നോക്കി പാർത്തിരിക്കുന്ന മണവാട്ടിയെ ചേർക്കുവാനാണ് യേശു മണവാളൻ വീണ്ടും വരുന്നത്. 2 കൊരിന്ത്യർ 11:2, വെളിപ്പാട് 19:7. കർത്താവിൻ്റെ വരവ് ഇപ്രകാരമായിരിക്കുമെന്ന് വചനം പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. 1 തെസ്സലോനിക്കർ 4:16-17. സുനിശ്ചിതമായ കർത്താവിന്റെ വീണ്ടും വരവിനായി നമുക്ക് ഒരുങ്ങാം. മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവാകും. മത്തായി 24:27. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായികൊണ്ട് ഉണർന്നിരിപ്പിൻ. മത്തായി 24:42. പ്രിപ്പയർ യുവർ സെൽഫ് ഫോർ ദ ടൈം ഈസ് അറ്റ് ഹാൻഡ്. കൂടുതൽ അറിയുവാൻ മത്തായി 24:44, യൂദ 1:15, ലൂക്കോസ് 9:26, 1 തെസ്സലോനിക്കർ 3:13, 1 യോഹന്നാൻ 2:28, യാക്കോബ് 5:7, വെളിപ്പാട് പുസ്തകം 1:7, 3:11, 22:7, 12, 20 എന്നീ വാക്യങ്ങൾ വായിക്കുക. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ യേശു പഴയ നിയമത്തിൽ ഞാൻ ആകുന്നു എന്ന് അരുളി ചെയ്ത ദൈവത്തോട് തന്നെ താൻ സമനാക്കി കാണിക്കുന്നു. അവിടുത്തെ ദൈവത്വത്തെ സംബന്ധിക്കുന്ന ഏറ്റവും മർമ്മപ്രധാനമായ പ്രസ്താവനകൾ യോഹന്നാൻ 1:1, 8:58, 10:30, 14:9, 20:28 എന്നീ വാക്യങ്ങൾ കാണാവുന്നതാണ്. ഞാൻ ആകുന്നു എന്നുള്ള 7 പ്രസ്താവനകൾ. ഞാൻ ജീവന്റെ അപ്പമാകുന്നു യോഹന്നാൻ 6:35-48. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു യോഹന്നാൻ 8:12, 9:5. ഞാൻ വാതിലാകുന്നു 10:7-9. ഞാൻ നല്ല ഇടയനാകുന്നു 10:11-14. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു 11:25. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു 14:6. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു 15:1-5. ഒരു പുതിയ സൃഷ്ടിയായി തീരുക. ഒരു പുതിയ ജീവിതം അനുഭവസ്ഥമാക്കുക. നിങ്ങൾ ഇതുവരെയും യേശുവിനെ നിങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സ്വീകരിക്കുക. യേശു പറഞ്ഞു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. വെളിപ്പാട് പുസ്തകം 3:20. ലോകത്തിന്റെ രക്ഷകനായ യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയവാതിക്കൽ കാത്തു നിൽക്കുന്നു. നിങ്ങൾ അവനെ സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സമൂലമായ മാറ്റങ്ങൾ ഉണ്ടാവും. ദൈവവചനം പറയുന്നത് പോലെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞു പോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. 2 കൊരിന്ത്യർ 5:17. നിങ്ങൾ ആ തീരുമാനം എടുക്കുകയും ക്രിസ്തുവിനെ വിശ്വസിക്കുകയും നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിനെ സമർപ്പിക്കുകയും ചെയ്ത നിമിഷം ദൈവം നിങ്ങൾക്കായി നിരവധി കാര്യങ്ങൾ ചെയ്തു. 1. വീണ്ടെടുപ്പ്. നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എഫെസ്യർ 1:7. 2. ശുദ്ധീകരണം. നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങളെ കഴുകിയിരിക്കുന്നു. തീത്തോസ് 3:5. 3. പുനർജനനം. നിങ്ങൾ പുതുതായി ജനിക്കുന്നു. യോഹന്നാൻ 3:5. 4. നീതീകരണം. നിങ്ങൾക്ക് ദൈവവുമായി സമാധാനമുണ്ട്. റോമർ 5:1. 5. ദത്തെടുക്കൽ. നിങ്ങൾ ദൈവത്തിന്റെ മക്കളിൽ ഒരാളായി മാറുന്നു. റോമർ 8:15. 6. സ്വീകാര്യത. നിങ്ങളെ പിതാവ് സ്വീകരിക്കുന്നു. എഫെസ്യർ 1:5-6. 7. നിത്യജീവൻ. നിങ്ങൾക്ക് അനന്തമായ പ്രത്യാശയുണ്ട്. യോഹന്നാൻ 5:24. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. സങ്കീർത്തനം 12:5. ആകയാൽ നിങ്ങൾ ഹൃദയപൂർവ്വം ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലുമെങ്കിൽ
നിങ്ങൾ ക്രിസ്തുവിൽ ഒരു പുതിയ ജീവിതം അനുഭവസ്ഥമാക്കുവാൻ കഴിയും. ഇങ്ങനെ പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, യേശു ക്രിസ്തു അങ്ങയുടെ പുത്രനും ലോകത്തിന്റെ രക്ഷകനുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് അങ്ങയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രൂശിൽ യേശു ചൊരിഞ്ഞ രക്തം എൻ്റെ സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിനെ ഞാൻ എൻ്റെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുന്നു. യേശുവേ, അങ്ങയെ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ സകല പാപങ്ങളും അതിക്രമങ്ങളും അകൃത്യങ്ങളും ക്ഷമിച്ച് എന്നെ രക്ഷിക്കണമേ. എൻ്റെ ഹൃദയത്തിൽ അങ്ങ് വസിക്കണമേ. യേശു കർത്താവേ, നിന്നിൽ വിശ്വസിക്കുന്നവർക്ക് കൃപയാൽ നൽകപ്പെടുന്ന നിത്യജീവനെ ഞാൻ ഇപ്പോൾ സ്വീകരിക്കുന്നു. അങ്ങയുടെ ആത്മാവിനെ എനിക്ക് നൽകണമേ. ദൈവമേ, അങ്ങ് എനിക്ക് നൽകിയ ഇത്ര വലിയ രക്ഷയ്ക്കായി എന്നെ അങ്ങയുടെ പൈതലാക്കിയതിനായി ഞാൻ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. അപ്പോസ്തലപ്രവൃത്തി 4:12 ദൈവവചനം ഇങ്ങനെ പറയുന്നു: മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഈ പ്രാർത്ഥന നിങ്ങൾ ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചെങ്കിൽ ദൈവം നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. യേശുവിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ദൈവം നിങ്ങളെ നീതീകരിച്ചും വിശുദ്ധീകരിച്ചും ഇരിക്കുന്നു. ഇന്നു മുതൽ നിങ്ങളുടെ സ്ഥാനം സ്വർഗത്തിൽ യേശുവിനോടൊപ്പം പിതാവിൻ്റെ വലത്തുഭാഗത്താകുന്നു. എഫെസ്യർ 2:7, കൊലോസ്യർ 3:3. സ്വർഗം നിങ്ങളുടേതാണ്. സകല ആത്മീയ അനുഗ്രഹങ്ങൾക്കും നിങ്ങൾ അവകാശികളുമാണ്. അതിനെ പ്രാപിക്കുവാൻ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. റോമർ 12:2. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ നമ്മെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ വചനവുമാണ്. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നതെങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. സങ്കീർത്തനം 119:9. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. സങ്കീർത്തനം 119:11. ആകയാൽ ഇന്നു മുതൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ദൈവത്തിൻ്റെ വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിൽ സ്നേഹത്തോടെ, ബ്രദർ ആൽബിൻ ഏലിയാസ്. യേശുക്രിസ്തു മാർക്കോസ് 16:15 അപ്പോസ്തലപ്രവൃത്തി 1:8 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ച് ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. നിത്യജീവന്റെ വചനങ്ങൾ അറിയിക്കുക എന്നത് തൻ്റെ മക്കളോടുള്ള ദൈവത്തിൻ്റെ കൽപ്പനയാണ്. കർത്താവിൻ്റെ സാക്ഷികളാകുവാനുള്ള ഉത്തരവാദിത്തം രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കൾക്കുമുണ്ട്. ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. താങ്കൾക്ക് ഈ ചെറു പുസ്തകം അനുഗ്രഹമായെങ്കിൽ ഇതിലെ സത്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ പ്രവർത്തനവുമായി സഹകരിക്കുവാനും ഈ പുസ്തകം മറ്റൊരാൾക്ക് സമ്മാനമായി കൊടുക്കുവാനും കൂടുതൽ പ്രസിദ്ധീകരിക്കേണ്ടതിന് സ്പോൺസർ ചെയ്യുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായി ഞങ്ങളുമായി ബന്ധപ്പെടുക. Visit our website for more details, www.albinelias.org. WhatsApp number 9447720893. Kindly subscribe, like and share our YouTube channel Love Nations. www.youtube.com/lovenations.